ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാടൻ സ്വാദിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. തേങ്ങാപ്പാൽ ചേർക്കാതെ അതേ സ്വാദിൽ തേങ്ങ അരച്ചുണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റൂ കറിയാണിത്. ആദ്യം ഗ്യാസ് സ്റ്റൗ കത്തിക്കുക. അതിലേക്ക് കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 2-3 കറുവപ്പട്ട ഇടുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് അതിലേക്ക് ചേർക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഇത്രയും നമ്മൾ എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കുക. കൂടുതൽ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണമെന്നൊന്നുമില്ല. അത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റി എടുക്കുക. വഴറ്റി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വഴണ്ട് വന്നതിന് ശേഷം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റുക. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇത് വഴണ്ട് വന്നതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിക്കാനായിട്ട് കുക്കറിൽ അടച്ച് 2 വിസിലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. 2 വിസിൽ വയ്ക്കുക. കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അടച്ച് 2 വിസിലിന് വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 പിടി തേങ്ങ ചിരകിയത്, 1 പിടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ഇടുക. അതിലേക്ക് 2-3 അണ്ടിപ്പരിപ്പ്, 1/2 ഗ്ലാസ് പാൽ, പശുവിൻ പാലോ മിൽമയുടെ കവറ് പാലോ ഏതായാലും കുഴപ്പമില്ല, നല്ലതുപോലെ അരച്ച് മഷി രൂപത്തിലാക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഒരു ചീനിച്ചട്ടി വെച്ച് അതിൽ കറിവേപ്പില ഇട്ട്, അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ 2-3 അണ്ടിപ്പരിപ്പ് ചേർത്ത് അതിലോട്ട് വേവിച്ച് വെച്ച ഈ വെജിറ്റബിൾസ് ഇടുക. ഇട്ടതിന് ശേഷം അത് നല്ലതുപോലെ തിളച്ചു വരും. തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ മിക്സ് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ മാത്രമേ തീ ഇടാവുള്ളൂ. പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണേലും അപ്പത്തിൻ്റെ കൂടെയാണേലും നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. അധികം എരിവൊന്നും ഇല്ലാത്തതാണ്. അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും.